മോന് ഇപ്പോൾ കുറച്ച് പൈസ തിരിച്ചടച്ചല്ലോ. ഇപ്പോൾ അവൻ അതിനുള്ള സാഹചര്യമല്ല. കാരണം അവരും കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ കഴിയുന്നത്. അന്നൊന്ന് കൊണ്ടുവന്ന് കഴിയുന്ന മോളും വലിയ സാമ്പത്തികം ഉള്ളവളല്ല. പിന്നെ ഞങ്ങൾ എങ്ങോട്ട് പോകുന്നത് കൊണ്ടൊരു നമസ്കാരം. ന്യൂസ് 22 ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് ആനന്ദപ്പള്ളി അട്ടകുളം ഭാഗത്ത് താമസിക്കുന്ന ഈ സുകുമാരൻ്റെ വസതിയിലാണ്. ഏതാണ്ട് 8 വർഷക്കാലമായി വളരെ മനോഹരമായ ഒരു കെട്ടിടം നിർമ്മിച്ചു. ആക്സിസ് ബാങ്കിൽ നിന്നും ലോൺ എടുത്താണ് ഈ കെട്ടിട നിർമ്മാണം നടത്തിയത്. പക്ഷേ ഈ ലോണ് മകൻ ഗൾഫിലായിരുന്നു. ഇത് അടയ്ക്കുവാൻ ഉള്ള സാഹചര്യം ഉണ്ടാകും എന്നുള്ള ആ ഒരു അർത്ഥത്തിലായിരുന്നു ഈ ലോൺ എടുത്തത്. പക്ഷേ കൊറോണയുമായി ബന്ധപ്പെട്ട്, ആ മഹാദുരന്തവുമായി ബന്ധപ്പെട്ട് എല്ലാവരും നാട്ടിലേക്ക് വന്ന സാഹചര്യത്തിൽ ഈ മകനും നാട്ടിലേക്ക് വരികയുണ്ട്. അതിനുശേഷം ജോലിക്ക് പോകാൻ കഴിയുന്നില്ല, ആകെ പട്ടിണിയായി, അടവ് നിലച്ചു. അങ്ങനെ ആണ് ഇപ്പോൾ അവരുടെ സ്ഥിതി വളരെ മോശമാണ്. ആ ബാങ്കുകാർ അവരെ ജപ്തി ചെയ്തുകൊണ്ട് വീടിന് പുറത്ത് ലോക്ക് ചെയ്തുകൊണ്ട് വീടിന് പുറത്ത് അവരെ ആക്കിയിരിക്കുകയാണ്. നിങ്ങളറിയണം, ഇതൊരു പാവമാണ്. ഈ കുടുംബത്തോട് കാണിക്കുന്ന ഒരു ചതിയാണ്. അവർ പല പ്രാവശ്യം പറഞ്ഞു അതിനുള്ള മാർഗം കണ്ടെത്താം, അതിന് കാലതാമസം വേണം, ഞങ്ങൾക്ക് സമയം തരണം. അതുപോലും വകവയ്ക്കാതെ, ഒരു മാനുഷിക പരിഗണന പോലുമില്ലാതെ അവരെ തെരുവിലേക്ക് വിടുന്ന അവരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ഈ സിറ്റൗട്ടിൽ ഇങ്ങനെ ഈ മഞ്ഞ് കൊള്ളാത്ത രീതിയിലൊരു ടാർപ്പായും കിട്ടി അവരിങ്ങനെ ഇവിടെ കിടക്കുകയാണ്. നിങ്ങൾക്ക് ഇതൊന്ന് കാണേണ്ടതാണ്. നിങ്ങളൊന്ന് കാണണം ഒരു കുടുംബത്തിന്റെ അവസ്ഥ. അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്ക് ഒന്ന് കേൾക്കാം. 6 മാസം കഴിഞ്ഞാൽ എനിക്ക് അറ്റാക്ക് ഉണ്ടായി. അടൂർ കൊണ്ടുവന്ന് നേരെ തിരുവനന്തപുരത്ത് കൊണ്ടാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അന്നിപ്പോൾ 2-3 കൊല്ലം കൊണ്ട് പണിക്കൊക്കെ പോകാറുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അടൂർ നിന്ന് പണി തന്നെ ഇവിടെ പെട്ടെന്നൊരു വൈകാരി ഉണ്ടായി. അടൂർ കൊണ്ടുവന്ന് തന്നെ അവർ പറഞ്ഞു അടൂരൊക്കത്തില്ല, നേരെ കോട്ടയത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പം നേരത്തെ എൻ്റെ വീട് പണിഞ്ഞുകൊണ്ടിരുന്നെ ഞാനൊരു വീണാൽ ഈ വെള്ളം കോരി ഒഴിച്ചുണ്ടെങ്കിൽ കാല് തെറ്റി തലയിടിച്ച് വീണു. അന്ന് തൊട്ട് അത് ബ്ലഡ് കോട്ടിങ് ആയി കിടക്കും. അപ്പോൾ അത് തടസ്സം വരുമ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോകുന്നൊന്നും അറിയത്തില്ല. അങ്ങനെ വലിയ വിഷയമായി. കുറച്ച് പൈസ തിരിച്ചടച്ചല്ലോ. ഇപ്പോൾ അവൻ അതിനുള്ള സാഹചര്യമല്ല. കാരണം അവരും കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ കഴിയുന്നത്. അന്നൊന്ന് കൊണ്ടുവന്ന് കഴിയുന്ന മോളും വലിയ സാമ്പത്തികം ഉള്ളവളല്ല. പിന്നെ ഞങ്ങൾ എങ്ങോട്ട് പോകുന്നത് കൊണ്ടൊരു ആഹാരം നല്ല രീതിയിൽ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഈ അവസ്ഥയിൽ നമ്മുടെ തൊണ്ടയ്ക്ക് താപ്പോട്ട് ഇറങ്ങത്തില്ല. അതിനുള്ള വരുമാനവും ഞങ്ങളുടെ കയ്യിലില്ല. ഈ ലോട്ടറി കൊണ്ട് വിറ്റ് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഇപ്പം ഞങ്ങൾ ഉള്ളത് കൊണ്ട് കഴിയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒന്നും അറിയത്തില്ല. ആത്മഹത്യയുടെ വക്കില ഇപ്പം ഞങ്ങൾ പലവട്ടം ഞങ്ങളിങ്ങനെ എനിക്ക് വയ്യാത്ത മനുഷ്യനെ കൊണ്ട് എങ്ങോട്ട് പോകും എനിക്കൊരെത്തും പിടിയില്ല. പുള്ളി എപ്പോഴും പറയാം നമുക്ക് 2 പേർക്കൂടെ ജീവനൊടുക്കിയാലെന്ന് വരെ ചിന്തിച്ച നിമിഷങ്ങളുണ്ട്. ഇപ്പൊ എന്താ ബാങ്കുകാർ പറയുന്നു? കഴിഞ്ഞ മാസം 27-ാം തീയതി ഒന്ന് അവരെ ജപ്തി ചെയ്ത് എല്ലാം പെറുക്കി അയച്ച് 2-3 മണിക്ക് വരുമെന്ന് പറഞ്ഞു. അവർ 2 മണിയായപ്പോൾ വന്ന് ഞങ്ങൾ രണ്ടും തന്നെ ഉള്ളായിരുന്നു ഇവിടെ. ഞങ്ങൾ ഇറക്കി. ഞങ്ങളിത് ഈ അവസ്ഥയിൽ അന്ന് മുതൽ ഇന്ന് വരെ ഇവിടെ ഈ തിന്നൊക്കെ ഈ തണുപ്പും കൊണ്ട് ഇവിടെ കിടക്കുന്നത്. അവരാരും ഇവിടെ അതങ്ങനെ ചെയ്യരുത്, അവർക്ക് ഏതെങ്കിലും ഒരു മാർഗം ഉണ്ടാകുന്നതനുസരിച്ച് അത് അടച്ചുകൊള്ളാം എന്നൊന്നും ആരും പറഞ്ഞില്ലേ? അവർക്ക് സമയം ഒന്നും പറ്റത്തില്ല, പിന്നെ ജപ്തി ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള കർശന നടപടിയായിട്ടാണ് അവർ വന്നത് ചെയ്ത്. പുള്ളിക്ക് 2 അറ്റാക്ക് വന്നത്. 2 അറ്റാക്ക് വന്ന് തിരുവനന്തപുരത്തും കോട്ടയം മെഡിക്കൽ കോളേജിലും വന്ന് കഴിഞ്ഞ
ഡിസംബറിൽ എനിക്ക് നെഞ്ച് വേദനയായിട്ട് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. പിന്നെ ഈ ലോട്ടറി കച്ചവടം കൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞു കൊടുത്തത്. 2 ദിവസം കൊണ്ട് ഞാൻ പോകുന്നുമില്ല, കാലുവേദന കൊണ്ട്. കഴിഞ്ഞ വർഷം ഒരു ബൈക്ക് വന്ന് പിടിച്ചാണ്.